ഷെയ്ഖുനാ ശംസുൽ ഉലമ EK ഉസ്താദിനെ പഴയ കാല ഉദവികൾക്ക് അവരെ പുറത്തുവർക്ക് പറയാം. മകന്റെ മകനെ കൈ പിടിച്ച് ദാറുൽ ഹുദയില് നേരെ ശംസുൽ കിട്ടി വരികയാണ്. എന്നിട്ട് പറയാണ്, ഇവൻ നല്ല കുട്ടിയാണ്, ഇവൻ മിടുക്കനാണ്, ഇവൻ എവിടെ എടുക്കണം. അവരവരുടെ രീതി പ്രകാരമാണ് ഇന്ത്യ. അവരുടെ രീതി അതാണ്. അവരൊക്കെ ഈ പുതിയതിൽ ആഴക്കുറവില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, സമഗ്രത കുറവില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, പാരമ്പര്യ നഷ്ടമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നീക്കിയിട്ടുള്ളത്. സമസ്തന്റെ പ്രസിഡന്റ് ആയിരുന്നു കാളമ്പാടി ഉസ്താദ്. കാളമ്പാടി ഉസ്താദ്, KK ഉസ്താദ് അതിനു മുമ്പ് കണ്യത്ത് ഉസ്താദ് കഴിഞ്ഞപ്പോ പിന്നെ KK ഉസ്താദാണ്. KK ഉസ്താദിന്റെ തിരു ഹെദറത്തിൽ വെച്ചാണ് ഇപ്പൊ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഫി സിലബസിന്റെ ആദ്യ ഭാഗം. പിന്നെ അത് സ്വാഭാവികമായിട്ട് സിലബസ് അപ്ഡേറ്റിംഗ് വരും, ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യ രൂപപ്പെട്ടിരിക്കുന്നത് KK ഉസ്താദിന്റെ തിരു ഹെദറത്തിലാണ്. KK ഉസ്താദിന്റെ താനൂര വീട്ടിൽ പതിവായി പലവട്ടം ചെന്ന്, ഉസ്താദ് വയ്യാത്തത് കൊണ്ട് വല്ലാതെ പുറത്തു പോകാറില്ല, കട്ടിലിരിക്കും. ഞങ്ങള് മൊത്തയ്ക്കല്ല മറ്റെന്താണ് കാലിട്ട് ആ നിലത്ത്, വൃത്തിയുള്ള നിലത്ത് നിലം പടിഞ്ഞിരുന്നിട്ട് ഉസ്താദിനോട് മണിക്കൂറുകൾ ചർച്ച ചെയ്തിട്ടാണ് ഈ സിലബസ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അവസ്ഥയുടെ പ്രസിഡന്റ് അത് ആദ്യമായി നടപ്പാക്കിയത് KK ഉസ്താദിന്റെ സ്വന്തം സ്ഥാപനമായ വളാഞ്ചേരി മദ്രസ. കാളമ്പാടി ഉസ്താദ് ഈ സിലബസിന്റെ വലിയ പ്രോത്സാഹകനും വലിയ തൽപരനുമായിരുന്നു. എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഒരിക്കൽ പട്ടിക്കാട് കോളേജിൽ, അതിന്റെ പശ്ചാത്തലം പറയുമ്പോൾ വേറെ കുറെ പറഞ്ഞിട്ട് വരും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. പട്ടിക്കാട് കോളേജിൽ ചെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ ചെന്നപ്പോ ഉസ്താദ് പറഞ്ഞു, മുസ്ലിയാരെ, എന്റെ അടുത്ത് നിങ്ങൾ ആ തിരൂര് ഭാഗത്തുള്ള 2 ഫൈസിമാര് പറഞ്ഞു, ഒരു പുതിയ ഫൈസികളാണ്. അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഇനി എന്താ ഉസ്താദെ ചെയ്യേണ്ടി? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി വാഫി തുടങ്ങി, ഒന്ന് ഒഫിയ തുടങ്ങിയിട്ടില്ലെന്നല്ലോ, നിങ്ങൾ വാഫി തുടങ്ങിപ്പോയി, അതാണ് ഈ നല്ലത്. അതിന് ആവശ്യത്തിന് കിതാബും ഉണ്ട്. ഈ കാലത്ത് നമ്മളെ മക്കൾ ജീവിക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ തൊഴിലൊക്കെ വേണ്ടേ? അപ്പൊ നമ്മൾ ഇഷ്ടംപോലെ ആനിമയങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയും, അവർക്ക് ജീവിക്കണം എന്നുള്ള കാര്യത്തിലായിരിക്കും തർക്കം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ വാഫി വഫിയ സംവിധാനത്തിൽ നിന്ന് തന്നെ പഠനം പൂർത്തിയാക്കിയ ഒരു 1000-ഓളം കുട്ടികൾ എല്ലാ കൊല്ലം ഇറങ്ങുകയാണ്. പട്ടിക്കാട് നിന്ന് ഇറങ്ങുകയാണ്, പിന്നെ കാരന്തൂര് തക്കാപ്പയിൽ നിന്ന് ഇറങ്ങുകയാണ്, ദാറുസലാം മുന്തി നിന്ന് ഇറങ്ങുകയാണ്, എല്ലായിടത്തും ഇറങ്ങുകയാണ്. അപ്പൊ ഒരു 5000 ആള് പുതുതായിട്ട് സനത് വാങ്ങി ഇറങ്ങിയാൽ 5000 പള്ളി ഉണ്ടാകുന്നുണ്ടോ? 5000 പുതിയ മദ്രസ ഉണ്ടാകണില്ലല്ലോ. മനുഷ്യന് ജീവിക്കണ്ടേ? അപ്പൊ കാളമ്പാടി ഉസ്താദ് പറയണത്, മറ്റിങ്ങള് ആ ഭൗതിക വിദ്യാഭ്യാസമൊക്കെ പഠിക്കരുത്, നല്ലതാ ഉസ്താദ്. മുസ്ലിയാരെന്ന് പറയാം, മുസ്ലിയാർ അതൊക്കെ നല്ലതാണ്. ഞാൻ ആ പൈസമാരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങള് ഈ വാഫി നടത്തിക്കൊള്ളി, അതാ നല്ലത്. അതാണ് ആ പഴയതൊക്കെ ഉണ്ടായാലും അതൊക്കെ നല്ല മട്ടത്തില് ഓതുന്നുണ്ട്. അതേ സമയത്ത് മനുഷ്യൻ അധിക ജോലി ചെയ്തിട്ട് സമയം കൂടുതൽ ഉപയോഗിച്ചിട്ട് ഭൗതിക ഡിഗ്രിയും പഠിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ അപ്പൊ ചുരുക്കി ഇതിപ്പോ കാളമ്പാടി ഉസ്താദിന്റെ ഇനി അങ്ങനെ ഞാൻ പറഞ്ഞാൽ അങ്ങനെ നീളും. നേരെ അനുഭവിച്ച കാര്യങ്ങളായതുകൊണ്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, അത് ഓർപ്പിക്കണ്ടെങ്കിൽ പറയാം. അപ്പൊ ഇത് ആഴത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസം നടക്കണം, ഇതിലൂടെ അത് നടക്കും എന്ന് പറയുന്ന വലിയ മഹാന്മാരുടെ പിന്തുണ